എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആക്റ്റീവയേക്കാൾ 14,171 രൂപയുടെ വിലക്കുറവും അതോടൊപ്പം തന്നെ ലിറ്ററിന് 70 കിലോമീറ്റർ വരെ മൈലേജും വിപണിയിൽ തരംഗമായിട്ട് മാറിയിരിക്കുന്ന യമഹയുടെ റേ ZR 125 ഹൈബ്രിഡ് സ്കൂട്ടറിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യം ഇതിനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഹോണ്ട ആക്റ്റീവയേക്കാൾ 15,000 രൂപയോളം കുറഞ്ഞ വിലയും 1 ലിറ്റർ പെട്രോളിൽ 70 കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്ന ഒരു ജപ്പാനീസ് ഉൽപ്പന്നം ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ വൻ കുതിപ്പ് നടത്തുകയാണ്. ജപ്പാനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായിട്ടുള്ള യമഹയുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെന്ന പൊതുധാരണകൾക്ക് സാധാരണ രീതിയിൽ ഉപഭോക്താക്കൾക്കിടയിലുണ്ട്. എന്നാൽ ഈ ധാരണകളെ പൂർണ്ണമായിട്ടും തിരുത്തി കുറച്ചുകൊണ്ട് ആണ് ജനപ്രിയ മോഡലായിട്ടുള്ള റേ ZR 125 ഇന്ത്യൻ വിപണിയിൽ വൻ മുന്നേറ്റം നടത്തുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 125cc സ്കൂട്ടറുകളുടെ പട്ടികയിലാണ് ഈ യമഹ മോഡൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. പ്രമുഖ വെബ്സൈറ്റ് ആയിട്ടുള്ള ഗാഡി ബാഡി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2026 ഏപ്രിൽ മാസത്തിൽ മൊത്തം 17,298 റേ ZR 125 സ്കൂട്ടറുകളാണ് യമഹ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ സ്കൂട്ടറിന്റെ വാർഷിക വിൽപ്പനയിൽ മികച്ച കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2025 ഏപ്രിൽ മാസത്തിലെ വിൽപ്പനയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ മോഡൽ 21.96% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിലെ ജനപ്രിയ മോഡലായിട്ടുള്ള ഹോണ്ട ആക്റ്റീവ 125, TVS ജുപ്പിറ്റർ 125 എന്നിവയോടാണ് യമഹ റേ ZR 125 പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. നിലവിൽ ഹോണ്ട ആക്റ്റീവ 125 സ്കൂട്ടറിന്റെ പ്രാരംഭ വില വരുന്നത് 93,621 രൂപയാണ്. മറുഭാഗത്ത് TVS ജുപ്പിറ്റർ 125 ബേസ് മോഡലിന്റെ വിപണി വില 89,470 രൂപയിലാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഇവയോട് മത്സരിക്കുന്ന യമഹ റേ ZR സ്കൂട്ടറിന്റെ പ്രാരംഭ വില വെറും 79,450 രൂപ മാത്രമാണുള്ളത്. കേരളത്തിൽ ആക്റ്റീവയേക്കാൾ 14,171 രൂപ കുറവാണ് റേക്കുള്ളത്. നിർമ്മാതാക്കളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരമുള്ള കേരളത്തിലെ എക്സ്-ഷോറൂം വിലകളാണ് ഇത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എങ്കിലും സാങ്കേതിക സവിശേഷതകളുടെ കാര്യത്തിൽ ഈ യമഹ സ്കൂട്ടർ ഒട്ടും പിന്നിലല്ല. 125cc 4-സ്ട്രാക്ക് SOHC ട്യൂബാൾ ഹൈബ്രിഡ് എഞ്ചിനാണ് യമഹ റേ ZR 125 പതിപ്പിന്റെ കരുത്തെന്ന് പറയുന്നത്. ഈ എഞ്ചിന് 8.2 PS പവറും 10.3 Nm പീക്ക് ടോർക്കും നൽകുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. എഞ്ചിനോടൊപ്പം തന്നെ നൽകിയിട്ടുള്ള സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ ഉൾപ്പെടെയുള്ള ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് സ്കൂട്ടറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിർത്തിയ ശേഷം സ്കൂട്ടർ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇലക്ട്രിക് മോട്ടോർ ഓട്ടോമാറ്റിക് ടോർക്ക് ബൂസ്റ്റ് നൽകുന്നതാണ്. ട്രാഫിക് സിഗ്നലിലും മറ്റും വാഹനം നിർത്തുമ്പോൾ എഞ്ചിൻ തനിയെ ഓഫാകുന്ന സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റവും പെട്രോൾ ലാഭിക്കുവാൻ സഹായിക്കുന്നതാണ്. ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ബലത്തിൽ യമഹ റേ സ്കൂട്ടറിന് ഉയർന്ന മൈലേജ് നൽകുവാൻ സഹായിക്കുന്നുണ്ട്. ഈ വാഹനം ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഉപഭോക്താക്കളും 1 ലിറ്റർ പെട്രോളിൽ ഏകദേശം 70 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും റൈഡിംഗ് ശൈലിയും റോഡുകളിലെ ട്രാഫിക് സാഹചര്യങ്ങളും അനുസരിച്ച് മൈലേജ് കണക്കുകളിൽ വ്യത്യാസം വരുവാൻ സാധ്യതയുണ്ട്. നിലവിൽ പെട്രോൾ വില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ദൈനംദിന യാത്രകൾക്കായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും പ്രായോഗികവും ഇന്ധനക്ഷമതയുള്ള മോഡലാണിത്. കുറഞ്ഞ വിലയും മികച്ച മൈലേജും നൽകുന്നതിനോടൊപ്പം തന്നെ നൂതനമായിട്ടുള്ള നിരവധി പ്രീമിയം ഫീച്ചറുകളും യമഹ ഈ സ്കൂട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സ്മാർട്ട് ഫോൺ ബന്ധിപ്പിക്കുന്നതിനുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സൗകര്യവും എന്നിവയും ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇവ കൂടാതെ തന്നെ യാത്രക്കാരുടെ സൗകര്യത്തിനായിട്ട് 21 ലിറ്റർ ശേഷിയുള്ള വലിയ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസും സ്കൂട്ടറിൽ ഒരുക്കിയിട്ടുണ്ട്. ഹെൽമറ്റുകളും മറ്റ് പേഴ്സണൽ സാധനങ്ങളും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഉപഭോക്താക്കൾ മുടക്കുന്ന കാശിനൊത്ത മൂല്യം നൽകുന്ന ഒരു മോഡലാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. മുകളിൽ പറഞ്ഞ പോസിറ്റീവുകൾ ഉള്ളതിനാൽ തന്നെ ഓരോ മാസവും ഈ സ്കൂട്ടറിന്റെ വിൽപ്പന ഗ്രാഫ് കുത്തിനെ മുകളിലേക്ക് കുതിക്കുകയാണ്. ഉയർന്ന മൈലേജുകളുള്ള സ്കൂട്ടറുകൾക്ക് വിപണിയിൽ ഡിമാൻഡ് കൂടുതലായതിനാൽ വരും മാസങ്ങളിലും വിൽപ്പന വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.